നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മൾ ഗണപതിയുടെ വഴിപാടുകളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയുന്ന വഴിപാടുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. വഴിപാടുകൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ ഫലങ്ങളും നിങ്ങളുടെ അടുത്തുള്ള ഗണപതി ക്ഷേത്രം ഏതാണെന്നുള്ളത് ദയവ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വിവരങ്ങൾ കൂടുതൽ കിട്ടാനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. ഗണപതിക്ക് നമ്മൾ ഈ കറുക, മുക്കുറ്റി ഇതൊക്കെ ഇഷ്ടമുള്ള വസ്തുക്കളാണെന്ന് അറിയാലോ. അപ്പോൾ ഈ ഗണപതിക്ക് കറുക ഹോമിക്കും. അതുപോലെ തന്നെ ചില ക്ഷേത്രങ്ങളിൽ കറുകയുടെ പുഷ്പാഞ്ജലി ഉണ്ട്. അത് തടസ്സങ്ങൾ നീങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗണപതിക്ക് കറുകയുടെ പുഷ്പാഞ്ജലി ചെയ്യുന്നത്. അതുപോലെ മുക്കുറ്റി കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യാറുണ്ട്. അത് കാര്യലാഭത്തിന് വേണ്ടിയിട്ടാണ് ഗണപതിക്ക് മുക്കുറ്റി പുഷ്പാഞ്ജലി ചെയ്യുന്നത്. ഗണപതിയുടെ അഷ്ടോത്തരാർച്ചന ചെയ്യാറുണ്ട്. അത് മനഃശാന്തിക്കും പാപശാന്തിക്കും വേണ്ടിയിട്ടാണ് ഈ അഷ്ടോത്തരാർച്ചന ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ വിജയവും നേടുന്നതിന് വേണ്ടിയിട്ട് ഗണപതിയുടെ ദ്വാദശ മന്ത്രാർച്ചന ചെയ്യാറുണ്ട്. അതുപോലെ ഗണേശ സൂക്താർച്ചന ചെയ്യുന്നത് ഈ ദാരിദ്ര്യ ശാന്തിക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഈ ഗണപതിയുടെ സഹസ്രനാമം, അത് എല്ലാ ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് ഗണപതിയുടെ സഹസ്രനാമം കൊണ്ട് അർച്ചനയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഗണപതി പ്രധാനമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നന്ദി, നമസ്കാരം.